അറൌണ്ട് $22 ബില്യൺ കൊടുത്ത് എന്തിനായിരിക്കും മെറ്റ വാട്സപ്പിനെ സ്വന്തമാക്കിയത്? ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവും ഇതൊരു വലിയൊരു കോമ്പറ്റേറ്റർ ഒഴിവാക്കാനല്ലേ എന്ന്. ശരിയാണ്, ഒരു കോമ്പറ്റേറ്റർ ഒഴിവാക്കാൻ തന്നെയാണ്. എന്നാൽ ആ സമയത്ത് വേറെ ഒരുപാട് മെസ്സേജിങ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, പക്ഷെ അവരാരും മെറ്റ അക്വയർ ചെയ്തിട്ടില്ല. ഇതിന് കാരണം എന്താന്ന് വെച്ചാൽ ആ സമയത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും വാട്സപ്പ് ഇൻഡിവിജ്വൽ ചാറ്റിംഗ് സ്പേസ് കോങ്കർ ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എസ്പെഷ്യലി കൺട്രീസ് ലൈക്ക് ഇന്ത്യ, ബ്രസീൽ, യൂറോപ്യൻ കൺട്രീസ്, ഇങ്ങനെയുള്ള കൺട്രീസ്. ആ കാലഘട്ടത്തിലെ ഒരു ബിഗ്ഗസ്റ്റ് ടെക് അക്വസിഷൻ ആയിരുന്നു അത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മെറ്റയ്ക്ക് മനസ്സിലായി ഇനിയും നമ്മൾ വാട്സപ്പിനെ അക്വയർ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ യൂസേഴ്സ് മിസ്സായി പോകും. എന്നാലും ഒരു കോമ്പറ്റേറ്ററെ ഇത്ര വലിയൊരു അക്വിസിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു യൂസേഴ്സിന് മിസ്സാവുന്ന ഒരു പോയിന്റ് അല്ലാതെ വേറെ എന്തെങ്കിലും ഒന്ന് കാണൂലേ? ഇവിടെയാണ് മെറ്റ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് കൊണ്ടുവരുന്നത്. അതായത് ബില്യൺസ് ഓഫ് ഡെയിലി ചാറ്റ് മെസ്സേജസ്, ഫോൺ നമ്പർ ബേസ്ഡ് ഐഡന്റിറ്റി, ഇതിലേക്കുള്ള ഒരു ആക്സസ് ആയിരുന്നു മെറ്റ ഇതിലൂടെ ഗെയിൻ ചെയ്തത്. സോ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്സപ്പ് എന്ന് പറയുന്നത് വെറും ഒരു ചാറ്റിംഗ് ആപ്ലിക്കേഷൻ മാത്രമല്ല. മെറ്റയ്ക്ക് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, പേയ്മെന്റ്സ്, ഇ കൊമേഴ്സ് ഇൻഡസ്ട്രീസ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളിലേക്കുള്ള ഒരു എൻട്രി കൂടിയാണ്. ഇതിനൊക്കെ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു ഡാറ്റയാണ്. ഡാറ്റ ഈസ് ദ ഫ്യൂവൽ എന്നാണല്ലോ. സോ ഈ കാര്യങ്ങൾ കൊണ്ടാണ് നെക്സ്റ്റ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആവാൻ പോകുന്ന വാട്സപ്പിന് മെറ്റ അക്വയർ ചെയ്തത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനും നിങ്ങളും ഡെയിലി യൂസ് ചെയ്യുന്ന വാട്സപ്പിൽ ഒരു $22 ബില്യൺ ബിസിനസ് പ്ലാനിന്റെ ഒരു പാർട്ടാണ് നമ്മളും. ഓക്കെ, ഇതുപോലത്തെ ഇൻസൈറ്റ്സിന് പേജ് ഒന്ന് ഫോളോ ചെയ്തോ. ബൈ.